ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരശരീരി കേൾക്കുകയാ, അല്ലാഹുവേ എനിക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തരാം. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടുത്തണം. ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരശരീരി കേൾക്കുകയാ, അല്ലാഹുവേ എനിക്ക് സംസാരിക്കാൻ ഒരവസരം തരണേ അല്ലാ. ആരാണ് സംസാരിക്കുന്നതെന്നറിയോ? ആ മനുഷ്യന്റെ കൺപീലിയിലെ ഒരു രോമമാ. ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമം അല്ലാഹുവോട് പറയുന്നു, റബ്ബേ എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം പടച്ചവരെ. അല്ലാഹു അനുവാദം കൊടുത്തു. ആ സമയത്ത് ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമം അല്ലാഹുവോട് പറയുന്നു, അല്ലാ ഒരിക്കൽ ഇവൻ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്ന് നനഞ്ഞല്ല. ഒരു രോമമേ നനഞ്ഞുള്ളൂ. അവന്റെ കൺപീലിയിലെ സർവ്വരോമവും നനഞ്ഞില്ല. അവന്റെ കണ്ണൊന്ന് നനഞ്ഞപ്പോ ഒരു രോമം നനയുകയാ. ആ രോമമാണ് അല്ലാഹുവോട് പറയുന്നത്, പടച്ച റബ്ബേ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. അവന്റെ കണ്ണിലെ ഒരു രോമം സ്വർഗത്തിൽ കൊണ്ടുപോകുമടോ. ആ കൺപീലി ആ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ